നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ സ്വപ്നമാകരുതേ ഒന്നും എന്ന പ്രാർത്ഥനയിലായിരുന്നു. അതേ ചിന്തയിലായിരുന്നതിനാൽ തിരികെ പുണരാൻ കൈകളും ഉണർന്നില്ല. ശരീരം മുഴുവനും മരവിച്ചതുപോലെ. അപ്പോഴും പൊതിഞ്ഞു പിടിച്ചിരുന്ന കൈകൾ അയഞ്ഞില്ല. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും വിധം ഇറുകെ പുണർന്നു നിൽപ്പാണ്. വാതിലിൽ ആരോ മുട്ടുന്നത് കേൾക്കാൻ തുടങ്ങി. പിടഞ്ഞുകൊണ്ട് മുഖമുയർത്തി. അടർന്നു മാറി. തൊട്ടുമുമ്പേ എന്തായിരുന്നു നടന്നത്? അവിടെ തന്നെ കുടങ്ങിക്കിടപ്പായിരുന്നു മനസ്സ്. ആകെ കൂടെ ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെ ആദിയേട്ടൻ്റെ മുഖത്തേക്കും കതകിലേക്കും മാറി മാറി നോക്കി. യാന്ത്രികമായി കതകിനടുത്തേക്ക് കാലുകൾ ചലിക്കാനൊരുങ്ങി. കയ്യിലൊരു പിടി വീണു. തിരിഞ്ഞു നോക്കി. വീണ്ടും ഒന്ന് അടുത്തേക്ക് വന്ന് ചേർന്ന് നിന്നു. വറ്റിത്തീർന്നിട്ടില്ലാത്ത കണ്ണുനീർ തുള്ളികൾ കവിൾത്തടങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. കൈവിരലുകൾ കൊണ്ട് പതുക്കെ തുടച്ചു തന്നു. എന്നോടൊന്ന് പുഞ്ചിരിച്ചു. ഈ മുഖത്തോടെയാണോ കതക് തുറക്കാൻ പോകുന്നേ? ചെന്ന് മുഖം കഴുക്, എന്നിട്ട് പുറത്തേക്ക് പോയാൽ മതി. കവിൾത്തടങ്ങളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്കെന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നി. എന്തൊക്കെയോ അറിയാൻ ഉള്ളം വെമ്പുന്നുണ്ട്. നാവിന് വിലങ്ങ് വീണതുപോലെ. ഒന്നും ഉരിയാടാൻ പറ്റുന്നില്ല. ഞാൻ ആ മുഖത്തേക്ക് തന്നെ കണ്ണു നട്ടു. ചോദ്യങ്ങൾ ഒരുപാട് ഉള്ളിലുണ്ടെന്നറിയാം. നമുക്ക് സംസാരിക്കണം. സൗകര്യപൂർവ്വം സമയമെടുത്ത്. ഇപ്പോൾ താൻ ചെല്ല്. മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ചെല്ല്. പുഞ്ചിരിയോടെ ആൾ പറഞ്ഞു. ഒന്ന് തലയാട്ടിക്കൊണ്ട് ഞാൻ ബാത്റൂമിലേക്ക് കയറി. ആദ്യേട്ടൻ കതകിനടുത്തേക്ക് നടക്കുന്നതും കതക് തുറക്കുന്നതും അറിഞ്ഞു. പുറത്ത് അനു ആണെന്ന് തോന്നുന്നു. ഞാൻ ബാത്റൂമിലാണെന്നും ഇപ്പോൾ വരുമെന്നും പറയുന്നത് കേട്ടു. നന്നായി മുഖം കഴുകി. കരഞ്ഞിട്ടുണ്ടെന്ന് ടീച്ചറമ്മ മുഖത്ത് നോക്കി കണ്ടുപിടിക്കും. അത് മനസ്സിലാകാത്ത വിധം വേണം. വേഷമൊക്കെ മാറി ഫ്രഷായി മുറിയിലേക്ക് വന്നപ്പോൾ ആദിയേട്ടൻ ഇല്ലായിരുന്നു. താഴേക്ക് പോയിട്ടുണ്ടാകും. ഞാനും പതിയെ താഴോട്ട് ചെന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അവിടെയൊന്നും കണ്ടില്ല. തലവേദന കുറവുണ്ടോ ഏട്ടത്തി? അനുവാണ്. ആസ്ഥാനത്തുള്ള ഏട്ടത്തി വിളിയിൽ ഞാനൊന്ന് ഞെട്ടി. അത് കേട്ടുകൊണ്ട് തന്നെയാണ് ആദിയേട്ടൻ അകത്തേക്ക് കയറി വന്നത്. ഒരു ചിരിയോടെ ആൾ മുകളിലേക്ക് പടികൾ കയറി. ചെവിയിൽ ഫോൺ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്തോ അത്യാവശ്യ ഫോൺ കോളിൽ ആണെന്ന് തോന്നുന്നു. ആ പാറു, തലവേദന എങ്ങനെയുണ്ട്? നല്ലോണം ഉണ്ടെങ്കിൽ പറയണം. ഹോസ്പിറ്റലിൽ പോകാം. വെച്ചിരിക്കണ്ട വെറുതെ. അടുക്കളയിൽ നിന്നും അകത്തേക്ക് വന്ന ടീച്ചറമ്മയാണ്. ഇല്ല ടീച്ചറമ്മേ, എനിക്ക് കുറവുണ്ട്. ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. ആണോ? എന്നാ വാ, ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോയി ഉറങ്ങ്. യാത്രാക്ഷീണം കൊണ്ടുള്ള തലവേദനയാകും. ഉറങ്ങി എണീറ്റാൽ ശരിയാകും, ടീച്ചറമ്മ പറഞ്ഞു. അമ്മ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ ഒട്ടാകെ ഒന്ന് വീക്ഷിച്ചു. നന്നേ ക്ഷീണിച്ചതുപോലുണ്ട്. കണ്ടും മുഖവുമൊക്കെ ആകെ വല്ലാതായിട്ടുണ്ട്. നെറ്റിയിലും കഴുത്തിലുമൊക്കെ അമ്മ വേവലാതിയോടെ തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു. പനിയൊന്നുമില്ല. ശരിക്ക് പറ, നല്ലോണം തലവേദനയുണ്ടോ മോളെ? ടാബ്ലറ്റ് വേണോ? അമ്മ ആവലാതിയോടെ തന്നെ ചോദിച്ചു. എൻ്റെ എല്ലാ വേദനയ്ക്കുമുള്ള ടാബ്ലറ്റ് എനിക്ക് കിട്ടിയല്ലോ. ഓർക്കെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി. ഒന്നുമില്ലമ്മേ, ഉറങ്ങി എണീറ്റാൽ മാറും, ഒരു ചെറിയ പുഞ്ചിരിയോടെ അമ്മയോട് പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. ആദിയേട്ടൻ്റെ നോട്ടം പലതവണ എന്നിൽ പാറി വീഴുന്നത് വല്ലാത്തൊരു സുഖത്തോടെയാണ് അനുഭവിച്ചറിഞ്ഞത്. അമ്മേ, വിശാലില്ലേ എൻ്റെ കൂട്ടുകാരൻ? അവൻ്റെ വൈഫ് പ്രസവിച്ചു. ആദിയേട്ടൻ അമ്മയോട് പറഞ്ഞു. ആണോ? ഇവിടേക്ക് വരുന്ന ആ കുട്ടിയല്ലേ? നീ കാണാൻ പോയോ ആദി? അമ്മ തിരികെ ചോദിച്ചു. ഇല്ല, നാളെയോ മറ്റന്നാളോ പോകണം. എന്തൊക്കെയോ കുറച്ച് നാട്ടുകാര്യങ്ങൾ കൂടെ തീന്മേശയിലെ സംസാര വിഷയമായി. എനിക്കൊന്നും പറയാനുമില്ലായിരുന്നു. ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. മറ്റാരുമില്ലാത്ത ഞാനും എൻ്റെ സ്വപ്നങ്ങളും മാത്രം. എനിക്ക് തലവേദനയെന്ന് പറഞ്ഞതുകൊണ്ടാവണം എൻ്റെ മൗനം ആരും ചോദ്യം ചെയ്തില്ല. ഭക്ഷണത്തിൽ വിരലിട്ട് കളിക്കുന്നത് കണ്ടപ്പോൾ മാത്രം ടീച്ചറമ്മ ശാസിച്ചു. ഭക്ഷണം കഴിഞ്ഞ് വേഗം തന്നെ മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറാൻ വല്ലാത്ത ധൃതിയായിരുന്നു. എന്നാൽ മുകളിലേക്കെത്തിയതും കാലുകൾ നിശ്ചലമായി. നാണവും ചമ്മലും മുഖത്ത് തെളിഞ്ഞു തുടങ്ങി. വല്ലാത്തൊരു പരവേശം. അല്പനേരം പുറത്ത് ചെലവഴിച്ച് പിന്നെ രണ്ടും കൽപ്പിച്ച് അകത്ത് കയറി. എന്തൊക്കെയോ അറിയാനുള്ള വ്യഗ്രതയിലായിരുന്നു ഉള്ള നിറയെ. വീണ്ടും വീണ്ടും എനിക്ക് ആ നാവിൽ നിന്നും കേൾക്കണം, ഞാൻ ആദിയേട്ടൻ്റെ മാത്രമാണെന്ന്. എന്നോടുള്ള ഇഷ്ടം എത്രയാണെന്ന് എനിക്ക് ആ നാവിൽ നിന്ന് തന്നെ കേൾക്കണമായിരുന്നു. നെഞ്ചിടിപ്പോടെ മുറിയിലേക്ക് കയറി. ആദിയേട്ടൻ ഫോണിൽ സംസാരത്തിലാണ്. തിരക്കിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ എന്നോട് പുഞ്ചിരിച്ചു. വീണ്ടും ശ്രദ്ധ ഫോൺ കോളിൽ തന്നെയായി. ഓരോ നിമിഷത്തെ കാത്തിരിപ്പ് നിരാശ സമ്മാനിക്കും പോലെ. മുഖം വാടിത്തുടങ്ങി. മറുവശത്ത് വല്ലാത്ത ക്ഷീണവും. ആദിയേട്ടൻ ഫോൺ കോൾ അവസാനിപ്പിച്ചതും പ്രതീക്ഷയോടെ ആളെ നോക്കി. എടോ, അതുണ്ടല്ലോ, കോളേജിലെ സ്പോർട്സിൻ്റെ കുട്ടികളെ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി ഇത്തവണ എനിക്കാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ എനിക്ക് ഡ്യൂട്ടി കിട്ടുന്നത്. ട്രാവലിങ്ങും മറ്റും റെഡിയാക്കണം. ആദ്യമായിട്ട് ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്.
അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. മറ്റന്നാൾ രാവിലെ ആകുമ്പോഴേക്ക് എല്ലാം റെഡിയാക്കണം. താനിപ്പോൾ കിടന്നു, നമുക്ക് നാളെ സംസാരിക്കാം. തിരക്കിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കിടയിൽ തല ഉയർത്തി എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിരാശ നന്നേ പടർന്നു. അത് മറച്ചു വെച്ചുകൊണ്ട് ചെറുതായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. താൻ കിടന്നോളൂ. ടേബിളിന് മുകളിൽ ഉള്ള കുറച്ച് പേപ്പർ അതിൽ കണ്ണു നട്ടുകൊണ്ട് ആൾ പറഞ്ഞു. നിരാശ മുഖത്തു നിന്ന് പരമാവധി മറച്ചു പിടിച്ചുകൊണ്ട് ബെഡിൻ്റെ ഓരം ചേർന്ന് ഞാൻ കിടന്നു. ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് കുറച്ചു സമയം കണ്ണുകൾ അടച്ചു. എടോ, താൻ ഉറങ്ങിയോ? ആദ്യേട്ടൻ്റെ ശബ്ദം കേട്ടാണ് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയത്. ഇരുന്നിട്ടുള്ള കസേരയിൽ നിന്ന് തല പരമാവധി പുറമോട്ട് തിരിച്ചു വെച്ചാണ് ഇരുന്നിട്ടുള്ളത്. ഇല്ല, കിടന്നിടത്ത് നിന്ന് എണ്ണിക്കാതെ തന്നെ മറുപടി നൽകി. വിശാലൻ്റെ വൈഫ് നാളെ വൈകിട്ട് ഡിസ്ചാർജ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആദ്യത്തിരി ദൂരെയാണ്. അതുകൊണ്ട് കുഞ്ഞിനെ കാണാൻ നാളെ തന്നെ പോകണം. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ വരുമോ? നാളെ നമുക്ക് ഒരുമിച്ച് പോകാം. എൻ്റെ മുഖത്തോട്ട് നോക്കി ചോദിച്ചപ്പോൾ പൂനില ഉദിച്ചതുപോലെ എൻ്റെ മുഖം തിളങ്ങി. സമ്മതമുള്ള രണ്ടാമതൊരാലോചന വേണ്ടായിരുന്നു. സമ്മതം ലഭിച്ചത് ഒരു പുഞ്ചിരി നൽകി ആദ്യേട്ടൻ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. സമാധാനത്തോടെ കണ്ണുകളടച്ച് നിദ്രയെ തേടി ഞാൻ. ടേബിളിലിരുന്ന കുറച്ച് പേപ്പർ വർക്കുകളും 1-2 ഫോൺ കോൾസും കഴിഞ്ഞതും കണ്ണിനെ തേടിയെത്തിയ നിദ്രയെ പുൽകാനായി ടേബിളിൽ കിടക്കുന്ന പുസ്തകങ്ങളും കടലാസുകളും ഒതുക്കി എടുത്തു വെച്ച് ടേബിൾ ലാമ്പ് ഓഫ് ചെയ്ത് ആദിത്യൻ എഴുന്നേറ്റു. ബാത്റൂമിൽ ചെന്നൊന്ന് ഫ്രഷായി വന്നു. പുറത്തേക്കിറങ്ങിയതും ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞിനെപ്പോലെ കിടന്നുറങ്ങുന്ന പാർവതിയിൽ അവൻ്റെ നോട്ടം തങ്ങി നിന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ ബെഡിൻ്റെ മറുവശത്ത് അവളിൽ തന്നെ തൻ്റെ മിഴികളെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ഇരുന്നു. കയ്യെത്തി അടഞ്ഞു കിടക്കുന്ന നീണ്ട പീലികളിൽ ഒന്ന് തൊട്ടു. കവിളിലൊന്ന് തലോടി. പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായവൾ. ഇന്നിപ്പോൾ തൻ്റെ ജീവൻ്റെ പാതിയും. ഓർക്കെ ആദിത്യൻ്റെ ചുണ്ടിൽ സ്നേഹം നിറഞ്ഞൊരു ചിരി തെളിഞ്ഞു. ഓർമ്മകളൊന്ന് പുറകോട്ട് സഞ്ചരിച്ചു. അന്ന് പാറു അപകടത്തിലാണെന്ന് മനസ്സിലാക്കി ധൃതിയിൽ ആ ഹോട്ടൽ മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച ചോര തിളപ്പിക്കുന്നതായിരുന്നു. കരഞ്ഞ് സ്വന്തം മാനത്തിനു വേണ്ടി കെഞ്ചുന്ന പാറുവിനെ കണ്ട് സഹിച്ചില്ല. ഏതൊരു മനുഷ്യനും സഹിക്കില്ല അത്. ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവനെ തല്ലിച്ചതയ്ക്കുമ്പോഴും ഒരിറ്റ് ദയ അവനോട് തോന്നിയില്ല. പക്ഷേ പിന്നീട് നടന്നതൊക്കെ അപ്രതീക്ഷിതം. അവൻ മുറിയടച്ചു പോയപ്പോഴും തളർന്ന് കരയുന്ന അവളെ ചേർത്ത് പിടിച്ചത് തികച്ചും സാഹോദര്യത്തിൻ്റെ കരുതലോടെയായിരുന്നു. എന്നാൽ അവളുടെ അച്ഛനും വല്യച്ഛനും വന്നതും ആശ്വാസത്തോടെ അച്ഛനടുത്തേക്ക് ചെന്ന അവളെ ഒരു വാക്കുപോലും ചോദിക്കാതെ തല്ലുന്നത് കണ്ടതും അത്ഭുതം തോന്നി. സ്വന്തമല്ലേ, ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ എന്ന്. അന്ന് ആ ഹോട്ടൽ മുറിയിൽ വെച്ച് പവിയുടെ വല്യച്ഛൻ്റെ തല്ലുകൊണ്ട് അതേ മുഖത്തോടെയാണ് വീട്ടിൽ വന്ന് കയറിയത്. അമ്മയും രാകേഷ് അങ്കിളും വിധു ആൻറ്റിയും അനുവും ഒക്കെ കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോട് പറയുമ്പോഴും പല്ലവിയുടെ അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും പ്രവൃത്തിയായിരുന്നു മനസ്സിൽ. ആ ഞെട്ടലായിരുന്നു ഉള്ളു നിറയെ. വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോഴും കരഞ്ഞുകൊണ്ട് ദയനീയമായി എന്നെ നോക്കിയ പാറുവിൻ്റെ മുഖം വല്ലാതെ സങ്കടപ്പെടുത്തി. അപ്പോഴും വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവൾക്കൊരവസരം അവർ നൽകാതിരിക്കില്ല എന്ന് തന്നെ കരുതി. എങ്കിലും പാറു എങ്ങനെ ആ ഹോട്ടൽ മുറിയിൽ എത്തിയെന്ന ചോദ്യം മനസ്സിൽ തന്നെ ഉത്തരമില്ലാതെ കിടന്നു. കാര്യങ്ങൾ പറയാൻ വേണ്ടി പല്ലവിയെ ഫോൺ ചെയ്തപ്പോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതും പരിഭ്രമത്തോടെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതും ഉള്ളിലൊരു സങ്കടം ഇരുണ്ടുകൂടി തുടങ്ങി. പക്ഷേ പിന്നീട് പല്ലവിയുടെ വീട്ടുകാർ വിളിച്ചപ്പോഴും വിവാഹം വേണ്ടെന്ന് പറയാനാവും എന്നൊരിക്കലും കരുതിയതല്ല. അതിനേക്കാളേറെ തകർന്നു പോയത് പാറുവിനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ്. അമ്മ അതിന് സമ്മതം കൂടെ നൽകിയതും തകർച്ച പൂർണ്ണമായതുപോലെ തോന്നി. വീട്ടിലേക്ക് തിരികെ വന്നത് അമ്മയോട് മൗനം കൊണ്ട് പ്രതിഷേധിച്ചു തുടങ്ങി. ഉറക്കം നഷ്ടപ്പെട്ട് വരാന്തയുടെ പടിക്കൽ ഇരുന്ന നേരത്ത് അമ്മ വന്ന് തോളിൽ കൈവച്ചപ്പോഴും മൗനമായി തന്നെ ഇരുന്നു. ആദി, അമ്മ ആ വിവാഹത്തിന് സമ്മതിച്ചത് നിന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ആ കുട്ടിക്ക് വേണ്ടിയാണ്. നീ ശ്രദ്ധിച്ചില്ലേ ആ കുട്ടിയുടെ മുഖം? അതിനെ തല്ലി പരുവമാക്കിയിട്ടുണ്ട്. ഇനിയും അവിടെ നിന്നാൽ ഒന്നുകിൽ ആ വീട്ടുകാർ തന്നെ അവളെ വല്ലതും ചെയ്യും, അല്ലെങ്കിൽ മനംനൊന്ത് ആ കുട്ടി തന്നെ വല്ലതും ചെയ്യും. അമ്മയുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് കേട്ടത്. പല്ലവിയെക്കുറിച്ച് നീ ഓർക്കണ്ട. നിന്നെ സ്നേഹിക്കുന്നവളായിരുന്നെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയാനൊന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്തേനെ. ഇത്രയും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയപ്പോഴും വിവാഹം മുടങ്ങിയതിനപ്പുറം പാർവതിയെ വിവാഹം ചെയ്യേണ്ടി വരുന്നതായിരുന്നു വേദന. വിവാഹ ദിവസം ക്ഷണിച്ചവരിൽ പലരും കല്യാണപ്പെണ്ണ് ഉറപ്പിച്ചവളുടെ അനുജത്തിയാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞപ്പോഴും അമ്മ അവയൊന്നും ചെവിക്കൊള്ളാതെ നടന്നു. പക്ഷേ അംഗീകരിക്കാൻ എനിക്കൊട്ടും പറ്റുന്നില്ലായിരുന്നു. മനസ്സാകെ തകർന്നിരുന്നു. അമ്മയും അനുവും എൻ്റെ സങ്കടത്തോടൊപ്പം ഉണ്ടായിരുന്നു.
പക്ഷേ അവയ്ക്കെല്ലാം ഇടയിൽ സ്വന്തമെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ പോലും ആരുമില്ലാത്ത തകർന്നിരിക്കുന്നവളെ ഞാനുൾപ്പെടെ ആരും കണ്ടില്ല. മനസ്സ് തകർന്ന് അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് ഉള്ളിലൊരു അഗ്നിപർവ്വതം പോയെന്നൊരു ഹൃദയം അവൾക്കുമുണ്ടെന്ന് ഓർമ്മയിൽ വന്നത്. വല്ലാത്ത കുറ്റബോധമായിരുന്നു. അവസാനം ജോസഫ് അങ്കിൾ വഴി അവൾ ആ ഹോട്ടൽ മുറിയിൽ എത്താനിടയായ സാഹചര്യം ഉൾപ്പെടെ അറിഞ്ഞപ്പോൾ തോന്നിയത് എന്താണെന്നറിയില്ല. സ്വന്തം ചേച്ചിക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തേണ്ട സാഹചര്യം വരെ വന്നിട്ടും എല്ലാവർക്കും മുന്നിൽ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടേണ്ടി വന്നവളുടെ മാനസികാവസ്ഥ എത്രത്തോളം ആയിരിക്കുമെന്ന് ഊഹിക്കാവുന്നതിലും അപ്പുറമല്ലേ. അന്ന് തീരുമാനിച്ചതാണ് അവളുടെ നിരപരാധിത്വം എല്ലാവർക്കും മുന്നിൽ തെളിയിക്കണമെന്ന്. പക്ഷേ സത്യങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ ഞെട്ടലിനപ്പുറം മറ്റേതോ ഭാവമാണ് സമ്മാനിച്ചത്. ഉൾക്കൊള്ളാൻ പോലും ആകാത്ത ഒരുതരം അവസ്ഥ. അതിനപ്പുറം പാറു ഇതിനെ എങ്ങനെ നേരിടും എന്നവർക്ക് ഭയമായിരുന്നു. പക്ഷേ താൻ കാരണം ചേച്ചിയുടെ ജീവിതം തകർന്നു എന്ന കുറ്റബോധം പേറി നടക്കുന്ന അവളെ സത്യങ്ങൾ അറിയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. എല്ലാം കെട്ടടങ്ങിയ ശേഷം പാറുവിനെ പഠിപ്പിക്കണം, നല്ലൊരു ജോലി നേടിക്കൊടുക്കണം, അത് കഴിഞ്ഞ് അവൾക്ക് ചേരുന്ന ഒരാൾക്ക് അവളെ കൈപിടിച്ചു കൊടുക്കണം. ഇതൊക്കെയായിരുന്നു ചിന്ത. എന്നാൽ ഇന്ന് നീയില്ലാതെ ഞാനില്ലെന്നായി. ഓർമ്മകൾ അയവിറക്കി അവസാനം ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് പൂനിലാവിനേക്കാൾ തെളിച്ചമുണ്ടെന്ന് തോന്നി ആദിത്യന്. കുനിഞ്ഞു നിന്ന് കവിളിൽ കുഞ്ഞൊരു മുത്തം നൽകുമ്പോഴും എൻ്റേതാണെന്നവൻ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹൃദയമിടിപ്പ് പോലും താളത്തിൽ ഉച്ചരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് തോന്നി. രാത്രി എപ്പോഴാണ് ഉറങ്ങിയതെന്നറിഞ്ഞില്ല. ആദ്യേട്ടൻ വന്ന് കിടന്നതൊന്നും അറിഞ്ഞില്ല. ആദ്യേട്ടൻ്റെ വർക്ക് കഴിയും വരെ കാത്തു നിൽക്കണമെന്ന് കരുതിയതാണ്. ക്ഷീണം കാരണം എപ്പോഴോ കണ്ണടഞ്ഞുപോയി. ഇതുവരെ ഉണർന്നിട്ടില്ല ആൾ. ഒരുപാട് വൈകി കാണുമോ കിടക്കാൻ? അറിയില്ല. ചെയ്യുന്ന ജോലികളെല്ലാം ഒരു ധൃതി നിറഞ്ഞു നിന്നു. ആദ്യേട്ടൻ്റെ കൂടെ പോകുന്നതോർക്ക് ഒരു വെപ്രാളവും. എന്താവും ആൾ എന്നോട് സംസാരിക്കുക? എങ്ങനെയാവും എന്നോട് ഇഷ്ടം തോന്നിയിരിക്കുക? ഇനി എന്നെ ആശ്വസിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാവുമോ? സാധ്യതകൾ പലതും മനസ്സിൽ കണക്കുകൂട്ടി നോക്കി. ഉള്ള മനസമാധാനം കൂടെ പോയെന്ന് പറഞ്ഞാൽ മതി. ആദ്യേട്ടൻ പുറത്തെവിടെയോ പോയിരിക്കുകയാണ്, ഏതോ കൂട്ടുകാരനെ കാണാൻ. ഉച്ച കഴിഞ്ഞു ആളെ കാണുന്നില്ല. വെറുതെ അമ്മയുടെ കൂടെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് അനു അങ്ങോട്ട് വന്നത്. ഏട്ടത്തിയുടെ ഫോൺ എന്തിയേ? അനു ആണ്. അത് മുകളിലെ മുറിയില്ല, ചാർജ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയി. ഞാൻ മറുപടി നൽകി. ഏട്ടൻ വിളിച്ചിരുന്നു. ഏട്ടത്തെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് അമ്മയുടെ ഫോണിലാണ് വിളിച്ചത്. വേഗം റെഡിയായി നിൽക്കാൻ പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് ഏട്ടൻ എത്തുമെന്ന് പറയാൻ പറഞ്ഞു. അനു ആണ്. എവിടെ പോകാനാ? അവൻ പറഞ്ഞില്ലേ? അനു പറഞ്ഞത് കേട്ട് അമ്മ സംശയത്തോടെ അനുവിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഓർത്തത് അമ്മയോട് പറഞ്ഞില്ലല്ലോ എന്ന്. അതൊന്നും ഏട്ടൻ പറഞ്ഞില്ല, ഡ്രൈവിങ്ങിലാണെന്ന് തോന്നുന്നു. വേഗം ഫോൺ വെച്ചു. അനു മറുപടി നൽകി. അമ്മേ, അത് ആദ്യേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കുഞ്ഞിനെ കാണാൻ പോകേണ്ട കാര്യം പറഞ്ഞില്ലേ? അങ്ങോട്ട് പോകാൻ വേണ്ടിയാ. ഇന്നലെ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു. അമ്മയുടെ മുഖം നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോകുന്നതിൻ്റേതാവാം. മോള് വേഗം പോയി റെഡിയാവും. അവനിപ്പോൾ എത്തുമെന്നല്ലേ പറഞ്ഞത്? അമ്മയ്ക്കാണിപ്പോൾ ധൃതി. വേഗം ചെന്നത് ചുരിദാർ എടുത്തിട്ടു. അത്യാവശ്യം ഭംഗിയിൽ തന്നെ ഒരുങ്ങി. അപ്പോഴേക്കും താഴെ നിന്ന് വണ്ടിയുടെ ഹോൺ ശബ്ദം കേട്ടു തുടങ്ങി. ഹൃദയമിടിപ്പ് ഉയർന്നതുപോലെ. വേഗം താഴേക്ക് ചെന്നു. താഴേക്ക് ചെല്ലുമ്പോൾ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി അമ്മയോടെന്തോ വർത്തമാനം പറയുകയാണ് ആൾ. എന്നെ കണ്ടത് ഭംഗിയിൽ ഒന്ന് പുഞ്ചിരിച്ചു. പോകാം? ചിരിയോടെ ചോദിച്ചു. സമ്മതമെന്നോണം തലയാട്ടി. അമ്മയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം. മനസ്സ് നിറഞ്ഞാണ് യാത്രയാക്കിയത്. അമ്മയോടും അനുവിനോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാർ മുന്നോട്ട് നീങ്ങി.